വിനോദ്, രണ്ട് പേരുടെയും വീടുകൾ വലിയ ദൂരപരിധിയിലല്ലാതെ തന്നെയാണ്. ചെറിയ 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇരു ആളുകളുടെയും, അനുവിൻ്റെയും നിഖിലിൻ്റെയും വീടുകളുള്ളത്. ഒരേ ദേവാലയ പരിധിയിലാണ് എന്നാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരേ സമയം തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്താനുണ്ട്. രണ്ട് കുടുംബങ്ങളുടെയും ഒട്ടനവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവർ എത്തിയതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. അതിൻ്റെ തീരുമാനം പിന്നീട് ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ഇന്ന് നിഖിലിൻ്റെ പെങ്ങൾ കുവൈറ്റിൽ നിന്ന് വരും, വന്നിട്ട് നമ്മളത് ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ. നിഖിലിൻ്റെയും അനുവിൻ്റെയൊക്കെ പള്ളികൾ ഒരേ പള്ളി, പൂങ്കാവ് കത്തോലിക്ക പള്ളി. ഏകദേശം ഒരേ സമയം തന്നെ ആയിരിക്കും അല്ലേ സംസ്കാരം? അത് വീട്ടുകാർ തീരുമാനിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. അച്ഛന്മാരും ഒക്കെ വന്നിട്ട് അതിനൊരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ. ബന്ധുവാണ്? ഞാൻ അയൽവാസിയാണ്, ഏറ്റവും അടുത്ത് എൻ്റെ ഒരാതിരാണ്. നിഖിലിൻ്റെ അച്ഛൻ്റെയും വീട് എൻ്റെ ഒരാതിര് തന്നെയാണ്. നിഖിൽ എത്ര വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു? കാനഡയിലായിരുന്നു? ആദ്യം സൗദിയിലായിരുന്നു. സൗദിയിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞ് വന്ന് പിന്നെ കാനഡയ്ക്ക് പോയിട്ട് ഒരു ലീവിന് വന്നിട്ട് അടുത്ത ലീവിന് വന്ന് വിവാഹം കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു. വിവാഹം കഴിഞ്ഞാണ് ഇവർ മലേഷ്യക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വരവാണ്. അനുവിൻ്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? അനുവും വട്ടക്കുളഞ്ഞി തന്നെയാണ്. അനുവിൻ്റെ അവർ വട്ടക്കുളഞ്ഞി തന്നെയാണ് അവരുടെ വീട്. അടുത്തറിയാവുന്ന കുടുംബം ആണ്? എല്ലാം അടുത്തറിയാവുന്ന കുടുംബങ്ങളാണ്. ഞങ്ങളെല്ലാം ഇവിടെ ജനിച്ചു വളർന്നവർ എല്ലാവരും. ബന്ധുവാണ്. എൻ്റെ ജ്യേഷ്ഠനാണ് ഈ മരിച്ച ആൾ, മാത്യു എന്ന് പറഞ്ഞ ആൾ. മാത്യുവിൻ്റെ മകനാണ് നിഖിലായിരുന്നു. എൻ്റെ കൂടെ ഏകദേശം ഒരു 25 വർഷത്തോളം പുള്ളി അവിടെ മസ്കറ്റിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ജോലി മതിയാക്കി പോരുന്നത്. ഞങ്ങൾ മാസത്തിൽ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരെയുള്ള ഒരു സഹോദര ബന്ധമാണ് അങ്ങനെയുള്ളത്. അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള പ്രയാസം. കൂടിയാലോചനകൾ നടത്തിയായിരുന്നോ ബന്ധുക്കളെല്ലാം കൂടി ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒന്നും തീരുമാനമായിട്ടില്ല. മോൾ വന്നതിന് ശേഷം മാത്രമേ തീരുമാനമാകൂ. എപ്പോഴേക്ക് എത്തും? അവിടെ നിന്നുള്ള തിരിക്കും. നാളെ വരും. നാളെ വന്നതിന് ശേഷം തീരുമാനിക്കും. ഈ 4 ബോഡി ഉള്ളതുകൊണ്ട് 2 വീട്ടിലായിട്ട് ബോഡി വെക്കേണ്ടതായിട്ട് വരും. അപ്പം അവർ വന്നിട്ട് അതുകൊണ്ട് ആലോചിച്ച് എങ്ങനെയാണെന്നുള്ളത്, ഒരുമിച്ച് വേണോ രണ്ടായിട്ട് വേണോ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ബന്ധുക്കൾ ഉണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഏറെ വൈകാരികമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ ഉള്ളത്. നാട്ടുകാർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ നേരിൽ കണ്ട് സംസാരിച്ച ആളുകളാണ്. അവരോടൊപ്പം ഉള്ള ആളുകളായിരുന്നു മത്തായിയും ബിജുവും എല്ലാം. തൊട്ടടുത്ത സ്ഥലങ്ങളിലാണ് മത്തായിയുടെയും ബിജുവിൻ്റെയും കുടുംബമുള്ളത്. വലിയ ദൂരപരിധിയിലല്ലാതെ തന്നെ 1 കിലോമീറ്ററിൻ്റെയൊക്കെ ദൂരപരിധിയിലാണ് ഇരുവരുടെയും വീടുകൾ ഉള്ളത്. ഒരേ പള്ളി പരിധിയിൽ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ജീവിച്ച അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ വേർപിരിഞ്ഞ ആളുടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗത്തിൻ്റെ ഞെട്ടൽ മാറാത്ത അവസ്ഥയിൽ തന്നെയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക്, മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഈ നാട്ടുകാരും. താങ്ങാനാവുന്നതിലും അപ്പുറം അവരുടെ ദേവാലയത്തിലെ വൈദികരാണ് എന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുമോ? കാരണം അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കുടുംബം ചിലപ്പോൾ ആ വിവാഹ കർമ്മത്തിലൊക്കെ പങ്കെടുത്ത വൈദികരായിരിക്കാം അവിടെ നിൽക്കുന്നത്. അവരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് കിട്ടുമോ? ഈ കുടുംബവുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം, ആ നാടുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം. കാരണം നമുക്കറിയാം, അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞതാണ്, നിഖിലും ആയിട്ടും ഒക്കെ അല്ലെങ്കിൽ വിദേശത്ത് ഒന്നിച്ച് ജോലി ചെയ്ത കാര്യവും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം 30-നായിരുന്നു വിവാഹം. അവർ മധുവിധു ആഘോഷിച്ച് തിരികെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടി കുടുംബത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ദാരുണമായ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി, ബാക്കിയുള്ളവരുടെ കൂടി പൂർത്തിയാവാനുണ്ട്. അടുത്തടുത്ത വീടുകളാണ്. ഇവർ സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് എന്ന് നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നാടുമായിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വീട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ നിരവധി നാട്ടുകാർ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. അവിടെ ആ ക്രൈസ്തവ ദേവാലയത്തിലെ പുരോഹിതരൊക്കെ അവിടെ ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ ആരുടെയെങ്കിലും ഒരു പ്രതികരണം നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് നൽകാൻ കഴിയുമോ മിഥുൻ മുരളി? ഹലോ മിഥുൻ മുരളി, കേൾക്കാമെങ്കിൽ
അങ്ങോട്ടേക്ക് ഈ അവിടുത്തെ നിരവധി അയൽവാസികൾ, ബന്ധുക്കൾ, പള്ളികളിലെ പുരോഹിതരൊക്കെ എത്തിയിട്ടുണ്ട്. ആ വൈദികരുടെ ഒരു പ്രതികരണം കൂടി ലഭിക്കുമോ? കാരണം അവരുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട കുടുംബമായിരിക്കുമല്ലോ അത്. അതുകൊണ്ടായിരിക്കാം അവർ കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണം കൂടി, അവിടെ നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതരുടെ, വൈദികരുടെ പ്രതികരണം കൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് ലഭിക്കുമോ? തീർച്ചയായും വിനോദ്, പ്രതികരണമുണ്ടാകും. വൈദികർ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെ ആശ്വസിപ്പിക്കും, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള അവസ്ഥയാണ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം. താങ്ങാവുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നടുക്കത്തിലും ഞെട്ടലിലുമൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം, ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഉള്ളത്. ഇനി ഇടത്തട്ടയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുക. അവിടെയായിരിക്കും ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്തുന്നത് വരെയുള്ള സമയത്ത് മൃതദേഹം സൂക്ഷിക്കുക. ഏത് സമയത്താണ് സംസ്കാരം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ബന്ധുവുമായി അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കൂടിയാലോചനകൾ ബന്ധുക്കൾ ചേർന്ന് നടത്തേണ്ടതുണ്ട്, അതിനുശേഷം തീരുമാനിക്കും എന്നാണ് ബന്ധു പറഞ്ഞത്. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഏറെ വൈകാരികമായ, ഹൃദയഭേദകമായ വാക്കുകളോടെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ മത്തായി ഈപ്പനുമായിട്ടുള്ള ഹൃദയബന്ധവും അദ്ദേഹത്തോടൊപ്പം മസ്കറ്റിൽ വർഷങ്ങളോളം ജോലി ചെയ്ത ആ ആത്മബന്ധവും എല്ലാം ആ ബന്ധു നമ്മളുമായി പങ്കുവച്ചതാണ്. അങ്ങനെ ഹൃദയം തകർന്നു നിൽക്കുന്ന ആളുകളാണ് ഇവിടെയെല്ലാം ഉള്ളത്, ഇവിടെ ഒത്ത് ചേർന്നിരിക്കുന്നത്. ഇവിടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനും മറ്റുമായി എത്തിയിരിക്കുന്നത്. ആശ്വാസവാക്കുകൾക്ക് അപ്പുറമാണ്, കേവലം പറയുന്ന അവിശ്വാസവാക്കുകൾക്കും അപ്പുറമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാം, ചങ്ക് തകർന്നു നിൽക്കുന്ന ആളുകളുടെ എല്ലാം അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്, ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെയാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. നിങ്ങളുടെ പള്ളിയിലായിരുന്നു അനു? ഒരിക്കലും അങ്ങയുടെ അച്ഛനല്ല, ഞാൻ അവിടുത്തെ അച്ഛനല്ല, മലങ്കര കത്തോലിക്ക ഇടവകങ്ങളായിരുന്നു. വർഷങ്ങളായിട്ട് അറിയാവുന്ന കുടുംബമാണ്. അല്ല, എനിക്ക് വലിയ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ വികാരി അച്ഛനല്ല, അവിടുത്തെ അച്ഛന്മാരിവിടെ ഇല്ല.